ബസ്സിൽ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് അധികം ഒന്നും ആയിട്ടില്ല, ചെറിയ പ്രായമുള്ള ഒരു ഭാര്യയും ഭർത്താവും ഇരിക്കുന്നു. അവര് ബസ്സിലെ സീറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തോ ഒരു പിണക്കുണ്ട് അവരുടെ ഇടയിൽ. ആ പിണക്ക് ഇങ്ങനെ വർത്താനാവുന്നുണ്ട്, സംസാരമാവുന്നുണ്ട്. അതിങ്ങനെ മൂർച്ഛിക്കുന്നില്ല. അവളവിടെ തന്നിട്ട് പോകുന്നുണ്ട്. അവൾ പിണങ്ങിപ്പോയി. പിണങ്ങിപ്പോയിട്ട് ബസ്സിന് കുറേ പിറകിൽ ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്. അയാൾ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കേണ്ട ഇവിടെ ഏറ്റവും പിറകിൽ. അയാളിൽ നിന്ന് എത്ര ദൂരേക്ക് പോകാൻ കഴിയുമോ അത്രയും ദൂരേക്ക് പോയിട്ട് അവളിങ്ങനെ ഇരിക്കുക. ആ സമയത്ത് തൊട്ടപ്പുറത്ത് ഒരാളിങ്ങനെ കുറേ ചുവന്ന ബലൂണുകൾ ഇട്ടിരിക്കുന്നുണ്ട്. ചുവന്ന ബലൂൺ. അപ്പൊ ഇവിടെ അതിങ്ങനെ കണ്ടപ്പോൾ അവളുടെ മനസ്സൊന്ന് തണുത്തു. ബലൂണ് കുട്ടിയുടെ കൗതുകമൊക്കെ നമ്മുടെ ഉള്ളിലുള്ളവരല്ലോ ബലൂണ് കണ്ടപ്പോൾ. അപ്പൊ ആ ബലൂണ് കണ്ടപ്പോൾ ഇവൾക്ക് ഒരു സന്തോഷം. അപ്പൊ ഇവളിങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ അയാള് ഇവളോട് ചോദിച്ചു, നാനാ പട്ടേക്കറാണ് അത് അഭിനയിച്ചു. നാനാ പട്ടേക്കർ ഇവളോട് ചോദിക്കും ബലൂൺ ഇഷ്ടമാണോ? അപ്പൊ അവളിങ്ങനെ തലയിടും, ചുവന്ന ബലൂണുകൾ ഇഷ്ടമാണോ? അപ്പോൾ അവളിങ്ങനെ തലയിടും. അപ്പൊ ഇയാൾ പറയും, എൻ്റെ വൈഫിന് ഇഷ്ടമാണ്, അവൾക്ക് കൊണ്ടുപോകണം. അപ്പൊ അയാളുടെ തൊട്ടടുത്തൊരു സമ്മാനപ്പെട്ടി, എന്തോ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. അപ്പൊ അവൾ അതിങ്ങനെ നോക്കുമ്പോൾ ഇയാൾ പറയും, ഇതും അവൾക്കുള്ളത്. എന്നിട്ട് ഇയാൾ ബലൂണുകളെ കുറിച്ച് പറയും, അവർ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയും, ഭാര്യയെ കുറിച്ചുള്ള ഭയങ്കര രസമുള്ള ചില മെമ്മറീസ് ഒക്കെ ഇങ്ങനെ പറയും, ഓർമ്മകളും അവർ തമ്മിലുള്ള ആ ഒരു ഇന്റിമസിയെ കുറിച്ചൊക്കെ എന്തൊക്കെയാ പറഞ്ഞു. എന്നിട്ട് ഒരു സ്റ്റോപ്പിൽ എത്തിയപ്പോൾ അയാൾ ഇറങ്ങി. അയാൾ ആ ബലൂണും കൊണ്ട് ഇറങ്ങി പോകുമ്പോൾ ആ സമ്മാനപ്പെട്ടില്ലേ അതയാൾ മറന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവളത് കണ്ടത്. അവളത് എടുത്തോണ്ട് ഓടി. ബസ് അവിടെ നിർത്താൻ പറഞ്ഞിട്ട് അവളെ എടുത്തോണ്ട് ഓടി. ഓടി ആളുടെ പിന്നാലെ ഓടി. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്, അയാൾ വീട്ടിലേക്കൊന്നുമല്ല പോകുന്നത്, അയാൾ സെമിത്തേരിയിലേക്ക്. അവളിങ്ങനെ ഓടിച്ചെന്നപ്പോൾ അയാൾ ഒരു കപ്പലിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിച്ചു. ബലൂൺ അവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ആളോട് സംസാരിച്ചു. അവൾക്കൊന്നും പറയാൻ കഴിയില്ല. അവൾ ആ സമ്മാനപ്പെട്ടി അവിടെ ഇങ്ങനെ വെച്ചിട്ട് നേരെ ബസ്സിലേക്ക് ഓടിച്ചെന്ന് ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളില്ലേ അയാളെ ഇങ്ങനെ പോയിരുന്നു തോളിൽ വിളിച്ചാൽ ഇടാൻ പറ്റില്ല. അപ്പൊ അവനെന്താ പുസ്തകം വായിച്ചോണ്ടിരിക്കുക. ആ പുസ്തകം ഇങ്ങനെ അടച്ചു വെച്ച് അവളെ ഇങ്ങനെ ചേർത്ത് വെച്ചു. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് അയാൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമല്ലേ, ആ പുസ്തകം പൗലോ കൊയ്ലോയുടെ സഹീർ എന്ന് പറഞ്ഞ പുസ്തകം. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതിങ്ങനെ അഫ്ഗാനിസ്ഥാനിലേക്ക് യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഭാര്യ പിന്നെ തിരിച്ചു വരുന്നില്ല. അപ്പൊ ആ ഭാര്യയെ കാത്തിരിക്കുന്ന ഭർത്താവിന്റെ സ്റ്റോറി. എന്നിട്ട് അയാൾ കാത്തിരുന്ന് മടുത്തിട്ട് അവൾ അന്വേഷിച്ച് ഇറങ്ങിപ്പോവാ. എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങിപ്പോവാ. രാജ്യങ്ങളിലൂടെ മാസങ്ങളോളം അയാൾ അന്വേഷിച്ച് നടക്കുക. ഒരു സ്ഥലത്ത് കസാഖിസ്ഥാനിലോ മറ്റോ ഇരുന്നിട്ട് അയാൾ ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ഒരു സമയത്ത്. ആ ബസ്സിൽ ആ നോവലിലെ ഏറ്റവും രസമുള്ള ഭാഗമാണ്. അയാളിങ്ങനെ ഉറക്കെ വിളിച്ചു പറയുക, എന്താണെന്ന് അറിയോ, എൻ്റെ എസ്തർ, എടാ നീ എവിടെ പോയാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുക്കും. അതിന്റെ കാരണം എന്താണെന്നറിയോ, എന്നെ ഈ ലോകത്തെ ഏറ്റവും സ്നേഹിച്ചത് നീ ആയതുകൊണ്ടല്ല, അതുകൊണ്ടല്ല, എന്നെ ലോകത്തെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് നീ. എടാ അങ്ങനെ ഒരാളെ എനിക്ക് വേറെ കിട്ടിയിട്ടില്ല. അവിടെ എനിക്ക് നിന്നെ വിടാൻ പറ്റില്ല. അവസാനം ആ ഭാര്യയെ കിട്ടുന്നുണ്ട്. അപ്പോഴേക്കും അവളുടെ ജീവിതാകെ മാറി പറയുന്നുണ്ട്. അത്ര നല്ലതല്ലാത്ത ചിലതൊക്കെ അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. എന്നിട്ടും അയാൾ അവളെ വിടുന്നില്ല. അയാൾ അവളെ ഇങ്ങനെ വെൽക്കം ചെയ്യുക. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്താണ്? എന്നെ ഇത്രയും മനസ്സിലാക്കിയ മനുഷ്യന് വേറില്ല. എൻ്റെ മുഖം വാടുമ്പോൾ അത് മനസ്സിലാവുന്ന ഒരാളുണ്ട് എനിക്ക്, അത് നീയാണ്. ഞാൻ പറയുന്നത് നാട്ടുകാർക്കൊക്കെ മനസ്സിലാവും.
ശരി, പറയുന്നതിനിടയിൽ ചില 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 പ്രയാസങ്ങളുണ്ടോ? പറയാൻ കഴിയാത്ത ചിലതുണ്ടോ? ഞാൻ പറയുന്നതിന്റെ ചില കാരണങ്ങളുണ്ടോ? അത് നിനക്ക് മനസ്സിലാവും. എന്നെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ മനുഷ്യനായതുകൊണ്ട് എനിക്ക് നിന്നെ ഒഴിവാക്കാൻ കഴിയില്ല. കാര്യം ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ, സ്നേഹമെന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുള്ളൂ. സ്നേഹമൊക്കെ കുറേ താഴെയാണ്. ഒന്നാമത് എന്താണെന്നറിയോ? കാരുണ്യം. കാരണം മനുഷ്യൻ അതില്ലാതെ പറ്റില്ല. 24 hours മനുഷ്യന് അതില്ലാതെ പറ്റില്ല. ഒരു ജാപ്പനീസ്